ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള 3 പീസ് നൈറ്റിയുടെ കട്ടിംഗ് ആണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയാലും ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 3 പീസ് നൈറ്റി എന്ന് പറയുന്നത് നൈറ്റി ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഒരുപാട് ഡിമാൻഡുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാലും ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ എല്ലാ പ്രായക്കാരും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. നൈറ്റി കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ തുണി 4 ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് എങ്ങനെയാണോ 4 ആയിട്ട് മടക്കുക അതുപോലെ ഞാൻ 4 ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തു. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് മടക്കാണ്. അതുപോലെ തന്നെ മുകൾ വശം എന്ന് പറയുന്നത് 2 പീസായിട്ട് ഇതുപോലെ മടക്കാണ് വരുന്നത്. 2 പീസ് മടക്കായിട്ടാണ് ഈ ഒരു മുകൾ ഭാഗം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ്, അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അപ്പൊ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ തുണി 4 ആയിട്ട് മടക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലെ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഞാൻ യോക്ക് ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഈ ഒരു ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു മുകൾ വശത്ത് ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഞാൻ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അത് എവിടെയാണ് 9.5 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ 9.5 ഇഞ്ചല്ലേ മാർക്ക് ചെയ്തേ. അപ്പൊ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ 9.5യുടെ കൂടെ 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് കിട്ടുക. അപ്പൊ ഈ ഒരു ഓപ്പോസിറ്റ് നമ്മൾ ടേപ്പ് വെച്ചിട്ട് 10 ഇഞ്ച് എവിടെയാണോ വരണേ ആ ഒരു 10 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എവിടെയാണ് കേട്ടോ 10 ഇഞ്ച് വരണേ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കിന്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഞാൻ നെക്കിന്റെ വീതി 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് എവിടെയാണ് 2.25 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഷോൾഡർ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മുകൾ ഭാഗത്ത് ടേപ്പ് വെച്ച് ഇങ്ങോട്ട് ഞാനൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെസ്റ്റ് മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ 34 ചെസ്റ്റിന്റെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 34 ചെസ്റ്റിന് ഞാനിവിടെ ചെസ്റ്റ് മെഷർമെന്റ് 10 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് ഇവിടെ ടേപ്പ് വെച്ച് 10 ഇഞ്ച് എവിടെയാണോ വരണേ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ ഒരു മുകൾ ഭാഗത്ത് നമ്മൾ 3 മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേന്ന് പറയുന്നത് നെക്കിന്റെ വീതിയാണ്, രണ്ടാമത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു, മൂന്നാമത് നമ്മൾ ചെസ്റ്റിന്റെ മെഷർമെന്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് നേരെ അടിയിലേക്ക് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ നെക്ക് ഇറക്കം 5.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ 5.5 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു നെക്കിന്റെ വീതി നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ 4.5 ഇഞ്ച് എവിടെയാണ് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. നെക്കിന്റെ ഇറക്കം നമ്മൾ 5.5 ഇഞ്ചല്ലേ എടുത്തേ, അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഇവിടെ 4.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ആം ഹോളിന്റെ ഇറക്കവും സെയിം 7 ഇഞ്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് എവിടെയാണ് 7 ഇഞ്ച് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തോടത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ചെസ്റ്റ് മെഷർമെന്റ് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ആം ഹോളിന്റെ ഡെപ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ ആം ഹോളിന്റെ ഇറക്കം 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ആ ഒരു 7 ഇഞ്ചിന്റെ കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് 8.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ ആം ഹോളിന്റെ ഡെപ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ 8.5 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഞാൻ ഏറ്റവും അറ്റത്തായിട്ട് സ്ലീവ് ഓപ്പണിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സ്ലീവ് ഓപ്പണിന്റെ അവിടുത്തെ വണ്ണം എത്രയാണോ വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ 7.5 ഇഞ്ചാണ് സ്ലീവ് ഓപ്പണിന്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് ഞാൻ 7.5 ഇഞ്ച് സ്ലീവ് ഓപ്പണിന്റെ മെഷർമെന്റ് ആയിട്ട് ഈ ഒരു അറ്റത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അതേ സ്ലീവ് ഓപ്പണിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്തില്ലേ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ 2 പോയിന്റും കണക്ട് ചെയ്തിട്ട് ഞാനൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്.
ആയിട്ടതേ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വേറൊരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പൊ ഇതുപോലെ 2 പോയിന്റും കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ സ്ലീവിന്റെ കട്ടിങ് വരണേ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സ്ലീവ്സ് വരണേ. ഇപ്പൊ നമ്മൾ സ്ലീവ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോണ കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു പോയിന്റും കണക്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇതുപോലെ ഈ 2 പോയിന്റും കണക്ട് ചെയ്തിട്ട് ഞാൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇപ്പൊ നോക്കിയേ, ഈ ഒരു പോയിന്റും കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിനെ അറ്റം വരെ ഒന്ന് നമ്മൾ നീട്ടി വരയ്ക്കണം കേട്ടോ. അതിനായിട്ട് സ്കെയിൽ അറ്റം വരെ ഇതുപോലെ നീട്ടി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു പോവാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ വരച്ച ലൈനിനെ അറ്റം വരെ അങ്ങ് മുട്ടിച്ച് വരച്ചു. സ്കെയിൽ ഇതുപോലെ അങ്ങ് നീക്കിയിട്ട് അറ്റം വരെ നമ്മൾ ഒന്ന് മുട്ടിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് നിങ്ങൾ ടേപ്പിനൊന്ന് അളന്നു നോക്കുക. അപ്പൊ ഇവിടെ ടേപ്പ് വെച്ചിട്ട് ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് അളന്നു നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് 3.5 ഇഞ്ചാണ് അളന്നു നോക്കിയപ്പോ കിട്ടിയത്. ആ ഒരു 3.5 ഇഞ്ച് മൈൻഡിൽ വെക്കുക. നമ്മൾ ആദ്യമേ തന്നെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ആണിത്. അവിടെ നമ്മൾ ടേപ്പ് വെക്കുക. അവിടെ ഞാൻ ടേപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് നേരത്തെ പുതിയതായിട്ട് ഒരു ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു ലൈനിലേക്ക് എവിടെയാണോ 3.5 ഇഞ്ച് വരണേ അവിടെ ടേപ്പ് ഇതുപോലെ കൊണ്ടുപോയി വെക്കുക. അപ്പൊ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 3.5 ഇഞ്ച് വന്ന ആ ഒരു പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇപ്പൊ നമ്മൾ ടേപ്പ് വെച്ച പോലെ തന്നെ ഒന്ന് ചെരിച്ച് ഇങ്ങോട്ടങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് മാർക്ക് ചെയ്യാൻ കാരണം ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു മെഷർമെന്റും സെയിം ആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തേ. അപ്പൊ ഈ ഒരു ലെങ്ത് 3.5 ഇഞ്ച് തന്നെയാണ്, ആ സെയിം അളവ് തന്നെയാണ് കേട്ടോ ഇതും. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയില്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് റിപ്പീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ആം ഹോളിന്റെ ഇറക്കം മാർക്ക് ചെയ്തില്ലേ, ആ ഒരു പോയിന്റിന്റെ നേരെ അടിയിലേക്ക് എക്സ്ട്രാ ആയിട്ട് ഞാൻ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 1/2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്തു. ഇനി അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ്. ഈ ഒരു പോയിന്റും നമുക്കൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ സ്കെയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതിനെ രണ്ടിനെയും കണക്ട് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ ഈ 2 പോയിന്റും നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റും ഉണ്ടല്ലോ, അതും ഒന്ന് കണക്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ ഈ 2 പോയിന്റും കണക്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിലായിട്ട് ഞാനൊരു 5.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5.25 ഇഞ്ച് ഇത് എവിടെയാണ് വരണേ അതങ്ങ് മാർക്ക് ചെയ്തു. അപ്പൊ ഇത് എവിടെയാണ് 5.25 ഇഞ്ച് വരണേ അത് നമ്മളൊന്ന് പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റും ഇവിടെ ഈ ഒരു കോർണർ ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റും കണക്ട് ചെയ്തങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ 2 പോയിന്റും നമ്മൾ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ഈ ഒരു പോർഷൻ ആണ് നമ്മുടെ 3 പീസ് നൈറ്റിയുടെ സെന്റർ പാർട്ടായിട്ട് വരണേ. അപ്പൊ ഈ ഒരു മാർക്കിംഗ് ഒന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കണ്ടിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ആദ്യമേ തന്നെ നമുക്ക് പ്ലീറ്റ്സിന്റെ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ പ്ലീറ്റിന്റെ ഭാഗം വരുന്നത് ഈ ഒരു പോർഷൻ ആണ് കേട്ടോ. ഞാൻ ഈ കൈ ഓടിക്കുന്ന ഭാഗമാണ് പ്ലീറ്റ്സിന്റെ ഭാഗം. അപ്പൊ ഈ ഒരു ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറും 59 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് വരുന്ന വീഡിയോസ് ആദ്യം മെമ്പേഴ്സിനായിരിക്കും കേട്ടോ കാണാൻ പറ്റുക. അങ്ങനെ പ്ലീറ്റ്സിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മുകൾ വശം നമുക്ക് നീക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലീറ്റ്സിന്റെ ഭാഗം. പ്ലീറ്റ്സിന്റെ
സെന്റർ അറിയാനായിട്ട് നമുക്ക് ഇവിടെ അങ്ങ് നോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ പ്ലീറ്റ്സിന്റെ സെന്റർ കണ്ടിട്ട് നമ്മൾ ഇതുപോലെ നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൊടുക്കാനുള്ള പ്ലീറ്റ്സിനുള്ള തുണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതങ്ങ് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ 2 പീസ് മെറ്റീരിയൽ ഇതിലുണ്ട്. അപ്പൊ ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. പ്ലീറ്റ്സിന്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോണ സ്ലീവ്സിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സ്ലീവ്സ് വരുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്ലീവ്സിനായിട്ട് മാർക്ക് ചെയ്തിരിക്കണേ. അപ്പൊ ഇനി അടുത്തതായിട്ട് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവ്സിന്റെ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ സ്ലീവ്സ് വരണേ. അപ്പൊ ഇതുപോലെ 2 സൈഡിലേക്കും വെക്കാനായിട്ട് ഇതുപോലെ നമുക്ക് 2 പീസ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ലീവ്സ് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു പോർഷൻ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫ്രണ്ടിൽ മാത്രമേ 3 പീസായിട്ട് കട്ടിങ് വരുന്നുള്ളൂ. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്, ഫ്രണ്ടിൽ മാത്രമേ 3 പീസായിട്ട് കട്ടിങ് ഉള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കട്ടിങ്ങുകൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത് മടക്കാണ്. ആ ഒരു മടക്ക് നമുക്കങ്ങ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഫ്രണ്ടും ബാക്കും അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. മുകൾ വശത്ത് മടക്കായിരുന്നു, അത് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ. ബാക്ക് പോർഷൻ വരുന്നത് ഇതാണ്. ഇത് നമുക്ക് ജസ്റ്റ് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷന്റെ കട്ടിങ് എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഈ ഒരു തുണീനെ ഇതുപോലെ ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്കിനി അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് ഇതുപോലെ അങ്ങ് ചെരിച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ 3 പീസ് നൈറ്റിയുടെ സെന്ററിൽ വരുന്ന ഭാഗം. അപ്പോൾ ഈ ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോത്തിന് മാച്ചിങ് ആയിട്ട് വേറെ ഏതെങ്കിലും കളർ നമുക്ക് സെന്ററിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പീസ് എന്ന് പറയുന്നത് ഇതിൽ 2 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് 2 സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ 2 സൈഡിലേക്കുമായിട്ട് ഈ ഒരു പീസ് വരും കേട്ടോ. അപ്പൊ ഈ ഒരു 3 പീസുകളും നമ്മൾ ജോയിൻ ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെ 3 പീസായിട്ടാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരിക. അപ്പൊ ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ മാറ്റി വെച്ച ബാക്ക് പോർഷൻ കട്ട് ചെയ്തില്ലേ, ആ ഒരു പീസ് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ നെക്കിന്റെ വീതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ. നമ്മൾ ഫ്രണ്ട് പോർഷനിൽ മാർക്ക് ചെയ്തപ്പോൾ നെക്കിന്റെ വീതി 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ആ ഒരു 2.25 നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാനിവിടെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2.25 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2.25 ഇഞ്ചാണ് കേട്ടോ കിട്ടുക. ആ ഒരു 2.25 ഇഞ്ച് ഞാൻ ഇവിടെ അങ്ങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് നെക്കിന്റെ ഇറക്കം ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ 4 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ അങ്ങ് ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അടിയിലും 2.25 ഇഞ്ച് മാർക്ക് ചെയ്തു. മുകളിൽ നിന്ന് നേരെ അടിയിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് ബോക്സ് ആയിട്ട് വരച്ചു കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ ബോക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് കർവ് ചെയ്തിട്ട് ഈ ഒരു നെക്കിന്റെ ഷേപ്പ് ഞാൻ റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അങ്ങനെ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതങ്ങ് കട്ട് ചെയ്യാം. ഇപ്പം നമ്മളിതേ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത്. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മുടെ 3 പീസ് നൈറ്റിയുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.